വടക്കാഞ്ചേരി കൂട്ടബലാത്സംഗ കേസിൽ ആരോപണ വിധേയനായ പേരാമംഗലം സിഐ മണികണ്ഠനെ സസ്പെൻഡ് ചെയ്തു. തൃശൂർ റേഞ്ച് ഐജിയുടെ നിർദ്ദേശപ്രകാരം സിറ്റി പോലീസ് കമ്മീഷണറാണ് നടപടിയെടുത്തത്. അതേസമയം പരാതിക്കാരിയുടെ മൊഴി അന്വേഷണം ഉദ്യോഗസ്ഥർ ചോർത്തിയെന്നാരോപിച്ച് അനിൽ അക്കരെ എംഎൽഎ ഡിജിപിക്ക് പരാതി നൽകി. ഭർത്താവിന്റെ മൊഴിയെടുപ്പ് രണ്ടാം ദിവസവും തുടർന്നു. 2016 ഓഗസ്റ്റ് മാസത്തിൽ നൽകിയ പരാതിയിന്മേൽ മൊഴിയെടുപ്പിനായി വിളിച്ചു വരുത്തിയ പേരാമംഗലം സിഐ മണികണ്ഠൻ അപമര്യാദയായി പെരുമാറിയെന്ന വീട്ടമ്മ ആരോപണമുന്നയിച്ചിരുന്നു. ദിവസം മുഴുവൻ സ്റ്റേഷനിൽ ഇരുത്തി കേട്ടാലറയ്ക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് പരിഹസിച്ചുവെന്നും കേസ് പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്നും പരാതിക്കാരി ആരോപിച്ചു. കോടതിയിൽ മൊഴി തിരുത്തി നൽകാൻ സിഐ മണികണ്ഠന്റെ സാന്നിധ്യത്തിൽ മൊഴി പഠിപ്പിച്ചെന്നും ആരോപണമുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടക്കുന്ന മൊഴിയെടുപ്പിലും പരാതിക്കാരി ആരോപണത്തിൽ ഉറച്ചുനിന്നു. ഇതോടെയാണ് അന്വേഷണ വിധേയമായി സിഐയെ സസ്പെൻഡ് ചെയ്യാൻ തൃശൂർ റേഞ്ച് ഐജി MR അജിത് കുമാർ കമ്മീഷണർ ഹിമേന്ദ്രനാഥിന് നിർദ്ദേശം നൽകിയത്. അതേസമയം അന്വേഷണ സംഘത്തിലെ വനിതാ സിഐ എലിസബത്ത്, സിവിൽ പോലീസ് ഓഫീസർ പ്രിയ എന്നിവർ മൊഴിയുടെ വിശദാംശങ്ങൾ പോലീസ് അസോസിയേഷൻ നേതാവിന് ചോർത്തി നൽകിയെന്ന് അനിൽ അക്കരെ എംഎൽഎ ആരോപിച്ചു. പേരാമംഗലം സിഐക്ക് മൊഴിയുടെ വിവരങ്ങൾ ലഭിക്കാനാണ് സിഐക്ക് കീഴിലുള്ള സ്റ്റേഷനിലെ CPO ആയ പ്രിയയെ സംഘത്തിൽ ഉൾപ്പെടുത്തിയതെന്ന് അനിൽ അക്കര DGPക്ക് പരാതി നൽകി. നവംബർ 4-ന് ശേഷം അന്വേഷണ സംഘങ്ങൾ നടത്തിയ എല്ലാ ഫോൺ വിളികളും പരിശോധിക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടു. അതേസമയം ജയന്തനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ IG ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് പ്രവേശനമാകാമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി അറിയിച്ചു. സ്ത്രീ പ്രവേശനത്തിനെ അനുകൂലിച്ച് VS സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നതായും സർക്കാർ വ്യക്തമാക്കി. അതേസമയം സർക്കാർ അടിക്കടി നിലപാട് മാറ്റുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വാദം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. തുടർവാദം നടക്കുന്ന സമയത്ത് എതിർപ്പ് പരിഗണിക്കാമെന്നും സുപ്രീം കോടതി പറഞ്ഞു. പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനമാകാമെന്ന് 2007 ഇടതുപക്ഷ സർക്കാർ നിലപാടെടുത്തിരുന്നു. പിന്നീട് വന്ന UDF സർക്കാർ ഇക്കാര്യത്തിൽ മാറ്റം വരുത്തുകയും 10 മുതൽ 60 വരെ പ്രായമുള്ള സ്ത്രീകളുടെ പ്രവേശനത്തെ എതിർക്കുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ദേവി ഗുപ്ത ഇക്കാര്യത്തിൽ 2007 നിലപാട് ആവർത്തിച്ചു. സ്ത്രീകളുടെ പ്രവേശനത്തിനെ എതിർക്കുന്നത് സർക്കാർ നിലപാടല്ല, പ്രവേശനം അനുവദിക്കുന്ന 2007 സത്യവാങ്മൂലത്തെ പിന്തുണയ്ക്കുന്നു. എന്നാൽ സർക്കാരിന് അടിക്കടി നിലപാട് മാറ്റാനാകില്ലെന്നും ഇതിനെ എതിർക്കുന്നതായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. എതിർപ്പ് സുപ്രീം കോടതി ഇന്ന് അംഗീകരിച്ചില്ല. പിന്നീടുള്ള വിശദവാദങ്ങൾക്ക് ശേഷം ദേവസ്വം ബോർഡിന്റെ എതിർപ്പിൽ നിലപാട് അറിയിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ശാരീരിക കാരണങ്ങളാൽ ക്ഷേത്രത്തിൽ സ്ത്രീ പ്രവേശനം തടയാനാകുമോ എന്ന സംശയം സുപ്രീം കോടതി ദേവസ്വം ബോർഡിനോട് ചോദിച്ചു. ക്ഷേത്രത്തിൽ പോകണമോ വേണ്ടയോ എന്നത് സ്ത്രീകളുടെ തീരുമാനം മാത്രമായിരിക്കും. സ്വകാര്യ മഠങ്ങളും പൊതുക്ഷേത്രങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. വിശദമായ വാദം കേൾക്കാൻ കേസ് ഫെബ്രുവരി 20 മാറ്റി. കക്ഷി ചേരണമെന്നാവശ്യപ്പെട്ട പന്തളം രാജകുടുംബവും അയ്യപ്പ സേവാ സംഘവും സുപ്രീം കോടതിയെ സമീപിച്ചു. പക്ഷേ എല്ലാവരെയും കേസിൽ കക്ഷികളാക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ സുപ്രീം കോടതി അവസാന ദിവസം വാദം കേൾക്കാമെന്നും അറിയിച്ചു. ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ച സത്യവാങ്മൂലത്തിലെ അപാകതകൾ പരിഹരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. ഇക്കാര്യത്തിലുള്ള എതിർപ്പ് വിശദമായ വാദം നടക്കുന്ന ദിവസങ്ങളിൽ അറിയിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ നീക്കം. ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്. പണമില്ലാത്തതിനാൽ ഭാര്യയുടെ മൃതദേഹം ചുമന്ന ഒഡീഷയിലെ ദാനാമാഞ്ചിക്ക് പിന്നാലെ ഹൈദരാബാദിൽ നിന്ന് ഒരു ദുരിത കാഴ്ച. കുഷ്ഠരോഗം മൂലം മരിച്ച ഭാര്യയുടെ മൃതദേഹം ഉന്തുവണ്ടിയിൽ തള്ളിക്കൊണ്ടുപോകേണ്ടി വന്ന രാമലു പുതിയ ദുരിത കാഴ്ചയാവുകയാണ്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധി സമ്മതം അറിയിച്ചു. ദില്ലിയിൽ ചേർന്ന പ്രവർത്തക സമിതി യോഗത്തിലാണ് പാർട്ടി ആവശ്യപ്പെട്ടാൽ നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് രാഹുൽ ഗാന്ധി അറിയിച്ചത്. രാഹുൽ നേതൃത്വം ഏറ്റെടുക്കണമെന്ന് AK ആന്റണിയുടെ നിർദ്ദേശം പ്രവർത്തക സമിതി അംഗങ്ങൾ ഐകകണ്ഠേന അംഗീകരിച്ചു. സോണിയാഗാന്ധിയുടെ അസാന്നിധ്യത്തിൽ ചേർന്ന പ്രവർത്തക സമിതി യോഗത്തിലാണ് നിർണായക തീരുമാനങ്ങൾ ഉണ്ടായത്. വെല്ലുവിളികൾ ഏറ്റെടുത്ത് പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ രാഹുൽ ഗാന്ധി നേതൃത്വം ഏറ്റെടുക്കേണ്ടത് അനിവാര്യമാണെന്ന നിർദ്ദേശമാണ് മുതിർന്ന നേതാവ് AK ആന്റണി മുന്നോട്ടുവച്ചത്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഉൾപ്പെടെ മുഴുവൻ പ്രവർത്തക സമിതി അംഗങ്ങളും ഇതിനെ പിന്തുണച്ചു. പ്രവർത്തക സമിതിയുടെ പൊതുവികാരം കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ അറിയിക്കാനും തീരുമാനമായി. മെമ്പേഴ്സ് unanimously expressed their strong sentiments that respecting the wishes of crores of Congress workers and our well-wishers that Sri Rahul Gandhi ji must take over presidency of the Congress party. പാർട്ടി ആവശ്യപ്പെട്ടാൽ നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് രാഹുൽ ഗാന്ധി സമ്മതം അറിയിച്ചതായും നേതാക്കൾ വ്യക്തമാക്കി.
1998 സോണിയാഗാന്ധി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത് 18 വർഷം പിന്നിടുമ്പോഴാണ് കോൺഗ്രസിൽ അധികാര കൈമാറ്റത്തിന് കളമൊരുങ്ങിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് അധ്യക്ഷനായി അവരോധിക്കുന്നതിന്റെ ആദ്യ നടപടിയാണ് പൂർത്തിയായത്. ഔദ്യോഗിക പ്രഖ്യാപനവും വൈകാതെയുണ്ടാകും. എന്നാൽ അടിത്തറ ഇളകിയ കോൺഗ്രസിനെ കരകയറ്റാൻ രാഹുലിന്റെ നേതൃത്വത്തിന് കഴിയുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ദില്ലിയിലെ AICC ആസ്ഥാനത്ത് നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം M. സന്തോഷ്. അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് ഒരു നാൾ മാത്രം ബാക്കി നിൽക്കെ രാജ്യമെങ്ങും കനത്ത സുരക്ഷാ വലയത്തിലാണ്. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ വോട്ടർമാരെ കശാപ്പ് ചെയ്യുമെന്ന IS ഭീഷണി നിലനിൽക്കെയാണ് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. US-ലെ മുസ്ലിങ്ങൾ സമ്മതിദാനാവകാശം വിനിയോഗിക്കരുതെന്നും IS ഭീഷണിപ്പെടുത്തുന്നു. ദി മുർത്താദ് വോട്ട് എന്ന തലക്കെട്ടോടുകൂടിയ 7 പേജോളം വരുന്ന മാനിഫെസ്റ്റോയിലൂടെയാണ് IS ലോകരാജ്യമായ അമേരിക്കയ്ക്ക് ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനെത്തുന്ന വോട്ടർമാരെ കശാപ്പ് ചെയ്യാനാണ് ISന്റെ ആഹ്വാനം. ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരായ നയത്തിന്റെ കാര്യത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലെന്ന് ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. US ഭീകരവാദ നിരീക്ഷണ സംഘത്തലവൻ റിറ്റ്സ് കാർട്സ് ആണ് IS ഭീഷണി സ്ഥിരീകരിച്ചത്. വോട്ടർമാരെ കശാപ്പ് ചെയ്യുന്നതിനും ബാലറ്റ് പെട്ടികൾ ദൂരെ എറിയുന്നതിനുമാണ് ഭീകരർ വന്നിരിക്കുന്നതെന്നും ലേഖനത്തിൽ വിശദീകരിക്കുന്നു. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ്, ഡെമോക്രാറ്റിക് പാർട്ടി വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ടീം ഗെയിൻ, ആക്രമണത്തിനിടെ കൊല്ലപ്പെട്ട മുസ്ലിം US സൈനികന്റെ പിതാവായ ഖിസർ ഖാൻ എന്നിവരുടെ ചിത്രങ്ങളും ലേഖനത്തോടൊപ്പം ഉണ്ട്. ഭീകര സംഘടനയായ അൽ ഖ്വയ്ദയും ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ന്യൂയോർക്ക്, വിർജീനിയ, ടെക്സാസ് നഗരങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഈ ഭീഷണിയുടെ ആധികാരികത സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും രാജ്യത്തെങ്ങും കനത്ത സുരക്ഷാ വലയം തീർത്തിരിക്കുകയാണ് അമേരിക്ക. ദില്ലിയിൽ അനിയന്ത്രിതമായ വായു മലിനീകരണം നിയന്ത്രിക്കാനാകാതെ സർക്കാർ. ടൺ കണക്കിന് മാലിന്യം കത്തിച്ച് മലിനീകരണം വർദ്ധിപ്പിച്ച ഹരിയാന, പഞ്ചാബ് സംസ്ഥാനങ്ങൾക്കും ദില്ലി സർക്കാരിനും ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ രൂക്ഷ വിമർശനം. ഗുഡ്ഗാവിലും സമീപ പ്രദേശങ്ങളിലും നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. അതേസമയം ദില്ലിയിൽ വായു മലിനീകരണം വർദ്ധിക്കുന്നത് സംബന്ധിച്ച ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും. ഒരാഴ്ചയായി തുടരുന്ന കനത്ത പുകമഞ്ഞും അന്തരീക്ഷ മലിനീകരണവും അനിയന്ത്രിതമായതോടെയാണ് സർക്കാർ അടിയന്തര നടപടികൾ ശക്തമാക്കിയത്. കാഴ്ച തടസ്സം നീക്കാൻ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ നഗരത്തിലെ റോഡുകളിൽ വെള്ളം തളിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 5 ദിവസം വിലക്ക് ഏർപ്പെടുത്തി. നഗരത്തിലേക്ക് ട്രക്കുകൾ പ്രവേശിക്കുന്നതിനും വിലക്കുണ്ട്. ആശുപത്രികൾ, മൊബൈൽ ടവറുകൾ എന്നിവയ്ക്ക് വേണ്ടിയല്ലാതെ ഡീസൽ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തി. ബദർപൂർ ഊർജ്ജ പ്ലാന്റ് 10 ദിവസത്തേക്ക് അടച്ചു. ഹരിയാനയിലും പഞ്ചാബിലും ടൺ കണക്കിന് മാലിന്യങ്ങളാണ് കത്തിക്കുന്നത്. ദില്ലിയിൽ പുകമഞ്ഞ് വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണവും ഇതാണ്. ഈ സാഹചര്യത്തിൽ മാലിന്യം കത്തിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി ഗുഡ്ഗാവിലും സമീപ പ്രദേശങ്ങളിലും നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. സമീപ സംസ്ഥാനങ്ങളിലെ പരിസ്ഥിതി മന്ത്രിമാരുമായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ചർച്ച നടത്തി. കൃത്രിമമായ രീതിയിൽ മഴ പെയ്യ്ക്കുന്നതിനുള്ള സാഹചര്യം കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്യുമെന്ന് ദില്ലി സർക്കാർ അറിയിച്ചു. എന്നാൽ വായുമലിനീകരണം കുറയ്ക്കാൻ സർക്കാർ നേരത്തെ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നുവെന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ വിമർശനമുന്നയിച്ചു. മലിനീകരണം കുറയ്ക്കാൻ സർക്കാർ നടപടി ശക്തമാക്കിയില്ലെന്ന് സുപ്രീംകോടതി നിയോഗിച്ച സമിതി കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഇത് സംബന്ധിച്ച ഹർജിയും സുപ്രീംകോടതി നാളെ പരിഗണിക്കും. ചരിത്രത്തിലെ ഏറ്റവും വലിയ വായുമലിനീകരണമാണ് രാജ്യതലസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ നടപടി സ്വീകരിക്കാത്തതിന് അതിരൂക്ഷ വിമർശനമാണ് ദില്ലി സർക്കാരിനെതിരെ ഇന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ നടത്തിയത്. നാളെ സമാന ഹർജി സുപ്രീംകോടതി പരിഗണിക്കുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ടാറ്റ മോട്ടോഴ്സ് അടുത്തിടെ പുറത്തിറക്കിയ ടിയാഗോയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ടിയാഗോയുടെ വിൽപ്പനയിലൂടെ ടാറ്റ മോട്ടോഴ്സ് വിപണിയിൽ 4ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ഹോണ്ടയെ പിന്തള്ളിയാണ് ടാറ്റ 4ാം സ്ഥാനത്തെത്തിയത്. 2012-2015 വാഹന വിപണിയിലെ മാന്ദ്യത്തിൽ നിന്ന് കരകയറാനാകാതെ നിന്ന ടാറ്റയ്ക്ക് പുതുജീവനാണ് ടിയാഗോ നൽകിയത്. പുറത്തിറങ്ങിയ നാൾ മുതൽ മികച്ച പ്രതികരണം ലഭിച്ച ടിയാഗോയുടെ 4557 യൂണിറ്റുകളാണ് സെപ്റ്റംബർ മാത്രം ഇന്ത്യൻ നിരത്തിലെത്തിച്ചത്. കഴിഞ്ഞ മാസത്തേക്കാൾ 28.2% അധിക വളർച്ച നേടിയ ടാറ്റയ്ക്ക് 5.8% വിപണി വിഹിതമാണുള്ളത്. ഒരു കാലത്ത് ഇന്ത്യൻ വിപണിയിലെ 3ാമനായിരുന്ന ടാറ്റ വിൽപ്പനയിൽ ഏറെ പിന്നോട്ടു പോയിരുന്നു. പതിവ് പോലെ മാരുതി സുസുക്കി തന്നെയാണ് ഇന്ത്യൻ വിപണിയിലെ 1ാമൻ. 44.1% മാരുതി സുസുക്കിയുടെ വിപണി വിഹിതം. 17.8% വിഹിതവുമായി ഹ്യുണ്ടൈ 2ാം സ്ഥാനത്തും
8.5 വീതവുമായി മഹീന്ദ്ര മൂന്നാം സ്ഥാനത്തുമുണ്ട്. 5.5% വിപണി വിഹിതവുമായി ഹോണ്ടയാണ് 5-ാം സ്ഥാനത്ത്. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. റിലയൻസ് ലൈഫും പൊട്ടിത്തെറിച്ചു. തീപിടിച്ചത് കശ്മീർ മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഫോൺ. ജീവൻ നഷ്ടപ്പെടാതിരുന്നത് തലനാരിഴയ്ക്കാണ്. സാംസങ് ഫോണുകൾക്ക് പിന്നാലെ റിലയൻസിന്റെ ലൈഫ് ഫോണും പൊട്ടിത്തെറിച്ചു. ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രിയും ജമ്മുകശ്മീർ നാഷണൽ കോൺഫറൻസ് വർക്കിംഗ് പ്രസിഡന്റുമായ ഒമർ അബ്ദുള്ളയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി തൻവീർ സാദിഖിന്റെ ഫോണാണ് പൊട്ടിത്തെറിച്ചത്. ഫോൺ സ്ഫോടനത്തിൽ നിന്ന് തന്റെ കുടുംബം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്ന് തൻവീർ സാദിഖ് ട്വീറ്റ് ചെയ്തു. റിലയൻസ് ലൈഫ് വാട്ടർ 5 മോഡേൺ ഫോണാണ് പൊട്ടിത്തെറിച്ചത്. ഫോണിലെ ബാറ്ററിയുടെ ഭാഗത്താണ് സ്ഫോടനമുണ്ടായത്. 2920 mAh ലിഥിയം അയോൺ ബാറ്ററിയാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും അതിനുശേഷം മറുപടി നൽകാമെന്നും റിലയൻസ് തൻവീർ സാദിഖിന് മറുട്വീറ്റ് ചെയ്തു. റിലയൻസ് ലൈഫിന്റെ ഹാൻഡ്സെറ്റുകൾ ആഗോള നിലവാരത്തിലാണ് നിർമ്മിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഫോൺ പൊട്ടിത്തെറിച്ചതെന്ന് വ്യക്തമായിട്ടില്ലെന്നും റിലയൻസ് വക്താവ് പറഞ്ഞു. ലോകത്തെ മുൻനിര ഫോണുകൾ നിർമ്മിക്കുന്ന ഫാക്ടറികളിലാണ് ലൈഫ് ഫോണുകൾ നിർമ്മിക്കുന്നത്. ഉപയോക്താക്കളുടെ സുരക്ഷയ്ക്ക് അതീവ പ്രാധാന്യം നൽകുന്ന കമ്പനിയാണ് തങ്ങളുടേത്. ഇത്തരത്തിൽ ഫോണിന് സാങ്കേതിക പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അക്കാര്യം ഗൌരവമായി പരിശോധിക്കുമെന്നും പരിഹരിക്കുമെന്നും വക്താവ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്. ഉലകനായകൻ കമൽഹാസൻ 62ന്റെ നിറവിൽ. 1960-ൽ ജെമിനി ഗണേശിനൊപ്പം കളത്തൂർ കണ്ണമ്മ എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയരംഗത്തേക്കുള്ള വരവ്. ഗായകനും പാട്ടെഴുത്തുകാരനും കൊറിയോഗ്രാഫറും നിർമ്മാതാവും സംവിധായകനും ഒക്കെയായി വെള്ളിത്തിരയുടെ ലോകത്ത് അദ്ദേഹം നിറഞ്ഞു നിന്നു. കടന്നു ചെന്ന മേഖലകളിലെല്ലാം പകരം വയ്ക്കാനാവാത്ത പ്രതിഭയുടെ കയ്യൊപ്പ് ചാർത്തി. സെല്ലുലോയിഡിൽ മിന്നിത്തിളങ്ങിയ കമൽഹാസന് ഇന്ത്യൻ സിനിമാ ലോകം നൽകിയത് ഉലകനായകൻ എന്ന പദവി. മോഹൻലാലിന്റെ പുലിമുരുകൻ ചരിത്ര നേട്ടത്തിലേക്ക്. റിലീസ് ചെയ്ത് ഒരു മാസത്തിനകം 100 കോടി ക്ലബിൽ പുലിമുരുകൻ ഇടം പിടിച്ചു. 100 കോടി ക്ലബിലെത്തുന്ന ആദ്യ മലയാള സിനിമയാണ് പുലിമുരുകൻ. സൂര്യയുടെ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്ന സിംഗത്തിന്റെ 3ാം പതിപ്പ് വരുന്നു. ഹരി സംവിധാനം ചെയ്യുന്ന ചിത്രം ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലെത്തും. 2010-ലാണ് സൂര്യ നായകനായ സിംഗം ആദ്യ ഭാഗം മെഗാ ഹിറ്റായത്. പിന്നീട് സിംഗം 2 ഒരുക്കി അതും ഗംഭീര വിജയം നേടി. ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിലും ജന്മസിദ്ധമായ തന്റെ കഴിവിൽ കൂടുതൽ ഉയരങ്ങളിലെത്തുകയാണ് പത്തനംതിട്ട പ്രമാദം സ്വദേശി ഓമനക്കുട്ടൻ. കരിന്തക തടിയുടെ പാഴ്വേരിൽ 150-ൽ പരം പ്രമുഖരുടെ മുഖം അതേപോലെ കൊത്തിവെച്ചിരിക്കുകയാണ് ഇദ്ദേഹം. ഇന്ത്യയിലെയും ലോകത്തിലെ തന്നെ പല പ്രമുഖരുടെയും ശില്പങ്ങൾ ഇതിൽപ്പെടും. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ ന്യൂസ് മിക്സ് പൂർണ്ണമാവുന്നു. നമസ്കാരം. അരിസ്റ്റോട്ടിൽ മുതൽ അബ്ദുൽ കലാം വരെയുള്ള മഹാന്മാരുടെ മുഖങ്ങളാണ് ഓമനക്കുട്ടൻ കേവലമൊരു കരിന്തക തടിയുടെ പാഴ്വേരിൽ കൊത്തിയെടുത്തിരിക്കുന്നത്. പ്രമാടം നേതാജി സ്കൂളിന്റെ മുറ്റത്ത് നിന്ന കരിന്തക മരത്തിന്റെ വേരിലാണ് ജീവസും തേജസ്സും നിറഞ്ഞ മഹാന്മാരുടെ 101 മുഖങ്ങളും തെളിഞ്ഞു നിൽക്കുന്നതും. മഹാത്മജിയും ചാച്ചാജിയും നേതാജിയും അബ്ദുൽ കലാം ആസാദും EMSും വരെ ഇതിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പാവങ്ങളുടെ അമ്മ മദർ തെരേസയും വിശുദ്ധ അൽഫോൻസാമയും ഇന്ദിരാഗാന്ധിയും ഉൾപ്പെടെയുള്ള വനിതാ രത്നങ്ങൾക്കും വേണ്ട പ്രാധാന്യം നൽകി തന്നെയാണ് ശില്പം ഒരുക്കിയിരിക്കുന്നത്. വരയോ സ്കെച്ചോ ഒന്നുമില്ലാതെ ഓരോ ചിത്രങ്ങളും മനസ്സിൽ വരച്ചിട്ട് വേരിൽ പകർത്തുകയാണ് ഈ അതുല്യ പ്രതിഭ. കരിന്തകര എന്ന് പറയുന്നൊരു കുറ്റി കിട്ടി. അതിൽ നമ്മുടെ ഗാന്ധിജി തൊട്ട് 101 മഹാന്മാർ, നമ്മുടെ അബ്ദുൽ കലാം വരെയും ആ തടിയെ ഞാൻ കുത്തിവെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇത് ചെയ്യാനായിട്ട് 2.5 വർഷം താമസം വന്നു. ഓമനക്കുട്ടന്റെ 2.5 വർഷത്തെ കഠിന പ്രയത്നമാണ് ഈ ഒറ്റവേര് ശില്പം. 4 വയറുകൾ നിറക്കാനുള്ള പെടാപ്പാടിനിടയ്ക്ക് വീണുകിട്ടിയ നിമിഷങ്ങൾ കൊണ്ടാണ് അമൂല്യമായ കലാസൃഷ്ടിക്ക് ജന്മം കൊടുത്തതും. പന്തളം കൊട്ടാരത്തിലും ശബരിമലയിലുമൊക്കെ ശില്പനിർമ്മാണം നടത്തിയ കോയിക്കൽ കുടുംബത്തിലെ അംഗമായ ഓമനക്കുട്ടൻ ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്നാണ് ശില്പനിർമ്മാണം നടത്തുന്നത്. പണ്ട് മുള്ളുവേലി കൊണ്ട് കാലിനേറ്റ മുറിവിനെ കാര്യമാക്കാതെയിരുന്ന ഓമനക്കുട്ടന് വലിയ വിലയാണ് കൊടുക്കേണ്ടി വന്നത്. 2 മക്കളും ഭാര്യയുമുള്ള ഓമനക്കുട്ടന് സ്വന്തമായി വീടോ ഒരു തുണ്ട് ഭൂമിയോ പോലുമില്ല. അതേസമയം ശില്പങ്ങളുടെ പണിപ്പുരയാണ് ഓമനക്കുട്ടന്റെ ഈ വാടക വീട്. മഴയും വെയിലുമേൽക്കാതെ തന്റെ സൃഷ്ടികൾ സൂക്ഷിച്ചു വെക്കാനുള്ള ഇടവും ഇവിടെയില്ല. ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ.